ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ട് ഗ്രീസിലെ ഫ്രിജിയ എന്ന രാജ്യത്ത് മൈദാസ് എന്നൊരു രാജാവുണ്ടായിരുന്നു. സമ്പന്നനായിരുന്നെങ്കിലും സ്വർണത്തോടുള്ള അത്യാഗ്രഹം അദ്ദേഹത്തിന്റെ ദൗർബല്യമായിരുന്നു. ഒരു ദിവസം രാജാവിന്റെ പൂന്തോട്ടത്തിൽ പകുതി മനുഷ്യനും പകുതി കോലാടുമായ സൈലനസ് എന്ന ജീവിയെ അദ്ദേഹം കണ്ടു. വിശന്നിരുന്ന സൈലനസിന് മൈദാസ് വേണ്ട പരിചരണം നൽകി. മൈദാസിന്റെ ദയയിൽ സന്തുഷ്ടനായ സൈലനസിന്റെ സുഹൃത്തായ ഡയോനിസസ് എന്ന ദേവൻ രാജാവിനൊരു വരം നൽകാൻ തീരുമാനിച്ചു. താൻ സ്പർശിക്കുന്നതെന്തും സ്വർണമായി മാറണമെന്ന് മൈദാസ് ആഗ്രഹിച്ചു. ഡയോനിസസ് ആ വരം നൽകി അനുഗ്രഹിച്ചു. അടുത്ത ദിവസം രാവിലെ താൻ സ്പർശിച്ചതെല്ലാം സ്വർണമായി മാറിയപ്പോൾ മൈദാസ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അദ്ദേഹം കൊട്ടാരത്തിലൂടെ ഓടി നടന്ന് കസേര, മേശ, വാതിൽ എന്നിവയെല്ലാം സ്വർണമാക്കി. സന്തോഷത്താൽ വലിയൊരു വിരുന്ന് കഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ വിരുന്നിനിടെ ആ സ്വർണസ്പർശം ഒരു ശാപമായി മാറി. രാജാവ് ഭക്ഷണം കഴിക്കാൻ കൈ നീട്ടിയപ്പോൾ തന്നെ സ്പർശിച്ചതെല്ലാം കട്ടിയുള്ള സ്വർണമായി മാറി. വെള്ളം പോലും സ്വർണമായി മാറിയതിനാൽ താൻ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് അദ്ദേഹം ഭയന്നു. അതിനിടയിൽ തൻ്റെ മകൾ അച്ഛനെ ആലിംഗനം ചെയ്യാൻ ഓടി വന്നു. മൈദാസ് സ്നേഹത്തോടെ അവളെ പുണർന്നപ്പോൾ അവൾ തണുത്ത സ്വർണ്ണ പ്രതിമയായി മാറി. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ രാജാവ് ഭയത്തോടെ നിലവിളിച്ചു. ഡയോനിസസിനോട് വരം തിരിച്ചെടുക്കാൻ കേണപേക്ഷിച്ചു. ഡയോനിസസ് രാജാവിൻ്റെ പശ്ചാത്താപം കണ്ടു ഈ ശാപം മാറാനായി പാക്ടലോസ് എന്ന നദിയിൽ പോയി കൈകൾ കഴുകാൻ നിർദ്ദേശിച്ചു. മൈദാസ് നദിയെ കൈ കഴുകിയതോടെ സ്വർണ്ണസ്പർശം നീങ്ങി. നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് മകളുടെ പ്രതിമയെ തെളിച്ചപ്പോൾ അവൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു. സ്വർണത്തെക്കാളും സമ്പത്തിനേക്കാളും മൂല്യം ബന്ധങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന പഴയൊരു ഗ്രീക്ക് കഥയാണിത്. പക്ഷെ ഇതുപോലെ അത്യാഗ്രഹം പിടിച്ച് സമ്പത്തിന് പിന്നാലെ ഓടുന്നവർ ഇന്നുമുണ്ട്. സ്വന്തം കുടുംബത്തെക്കാളും വ്യക്തിബന്ധങ്ങളെക്കാളും സമ്പത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവർ തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. ഈ സമ്പത്തിനെല്ലാം നേടിത്തരാൻ കഴിയുകയില്ല. ഒരിക്കൽ നേടിയെടുത്ത സമ്പത്തൊക്കെയും ഉപയോഗശൂന്യമായി മാറിയാൽ ഈ അധ്വാനമൊക്കെ വെറുതെ ആവുകയും ചെയ്യും. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിനെന്ന് വിശുദ്ധ മത്തായി 6-ാം അധ്യായത്തിൽ പറയുന്നു. തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുന്ന വരമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് സ്വർണം പോലെ പരിശുദ്ധമായ ജീവിതത്തെ നേടുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് വേണ്ടത്. അതിന് സമ്പത്തിനേക്കാൾ ഉപരി ബന്ധങ്ങൾക്കും നീതിക്കും ന്യായത്തിനുമൊക്കെ പ്രാധാന്യം നൽകിയാൽ മതി. നിത്യമായ രാജ്യത്തിലെ പരിശുദ്ധമായ ഭാഗത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ സൈന്യം. എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളേകി. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളേകി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ